നമസ്തേ. 2026 വിഷുഫലം. അവിട്ട നക്ഷത്രം. അവിട്ട നക്ഷത്രത്തിൻ്റെ കാൽഭാഗമാണ് ഇവിടെ ഉള്ളത്. പിന്നെ മുക്കാൽ ഭാഗം കുംഭത്തിലുമാണ്. അപ്പോൾ അങ്ങനെയുള്ള നക്ഷത്രക്കാരെ സംബന്ധിച്ച് വരുമ്പോൾ അവിട്ട നക്ഷത്രത്തിൻ്റെ മകരരാശിയിലുള്ളവരെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു വർഷം നല്ലതും, അതേപോലെ കുംഭത്തിലുള്ളവർക്ക് ഇത്തിരി ദോഷങ്ങളും ഗുണങ്ങളും സമ്മിശ്രമായ ഫലമാണ് നമുക്ക് വരിക. അവരേക്കും 6ലേക്കുള്ള വ്യാഴാണ്. 6ലേക്ക് വ്യാഴം വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് രോഗങ്ങളാണ് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ ഉണ്ടാക്കുക. സാമ്പത്തികമായി ദുരിതം തന്നെ ഉണ്ടാവും. അതായത് പൈസയ്ക്ക് ഭയങ്കര ബ്ലോക്ക് നമുക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഈ ഒരു വർഷം മുഴുവൻ നമ്മളെ അനുഭവത്തിലേക്ക് വരാതിരിക്കാനായിട്ട് നമുക്ക് ഈശ്വരാധീനം നന്നായിട്ട് വേണം. അപ്പോൾ ഈശ്വരാധീനം വരുത്താനായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നന്നായിട്ട്, അതായത് വിഷ്ണുവിന് മാസത്തിലൊരിക്കൽ പാൽപ്പായസം കൊടുക്കുക, വിഷ്ണു സഹസ്രനാമാർച്ചന കൊടുക്കുക. വീട്ടിലാണെങ്കിലും നമുക്ക് വിഷ്ണു സഹസ്രനാമം ചൊല്ലുക. ഒരു കൃത്യനിഷ്ഠമായിട്ട് ഭഗവാനെ ആരാധിക്കുക. രാവിലെ എണീറ്റ് ഒരു ദിവസം മാത്രം ചെയ്താൽ പോരാ. ഈ ഒരു വർഷം മുഴുവനും നമ്മളൊരു കൃത്യമായൊരു നിഷ്ഠയായിട്ട് ഈ സമയത്ത് നമ്മൾ ചെയ്യും. അത് ഒരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അന്ന് വൈകിട്ടാണെങ്കിലും നമ്മൾ അത് ചെയ്തു പോരണം. അതിനൊരു കൃത്യനിഷ്ഠത ഉണ്ടാക്കിയെടുത്താൽ നല്ലതിലേക്ക് വരാൻ പറ്റും. ഒരു നിഷ്ഠമായ ആചരണം നമ്മൾ പഠിക്കുകയും ചെയ്യും ഈ ഒരു വർഷം കൊണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവിട്ട നക്ഷത്രക്കാർ, കുംഭത്തിലുള്ള അവിട്ട നക്ഷത്രക്കാർ വളരെയധികം സൂക്ഷിക്കുക. വാക്കുകൾ വളരെ സാമ്പത്തികമായിട്ട് പെട്ടെന്ന് എടുത്ത് ചാടാതെ, ഒരു ബിസിനസ്സിലേക്കൊന്നും എടുത്ത് ചാടാതെ അത് എന്താണെന്ന് മനസ്സിലാക്കുക, ശ്രദ്ധിക്കുക. വീട്ടിൽ വന്ന് എല്ലാവരും കൂടി ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് അതിലേക്ക് എടുത്ത് ചാടുക. അതാണ് അവിട്ട നക്ഷത്രക്കാർക്കുള്ളത്. അപ്പോൾ കറുകമാല കൊടുക്കുക ഗണപതിക്ക്. എന്ത് വിഘ്നങ്ങളുണ്ടെങ്കിൽ അത് മാറിപ്പോവുക. പിന്നെ അതുപോലെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുക. ദേവീ ക്ഷേത്രത്തിൽ ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുക. ഒരു കുടുംബ പരദേവതകളുണ്ടെങ്കിൽ ആ പരദേവത ക്ഷേത്രത്തിൽ പോയിട്ട് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക. നമുക്ക് പറ്റുന്നത് എന്താണോ അത് ചെയ്യുക. അതാണ് അവിട്ട നക്ഷത്രക്കാരെ ചെയ്യേണ്ടത്. അത് കുംഭത്തിലുള്ളവർക്ക്. മകരത്തിലുള്ളവർക്കുള്ളതും വ്യത്യസ്തമായ നല്ലൊരു അനുഭവങ്ങളാണ് അവർക്ക് വരുന്നത്.